الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله عز وجل يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത് നമ്മളെ സൃഷ്ടിച്ച, നമ്മെ ഭൂമി ലോകത്തേക്ക് അവൻ്റെ പ്രതിനിധിയായി അയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ നൽകുന്ന അനുഗ്രഹങ്ങളാണ്, നിഅമത്തുകളാണ് നമ്മൾ ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്നും വിട പറയുമ്പോൾ നമ്മൾ മടങ്ങിച്ചെല്ലേണ്ടതും അവൻ്റെ അടുക്കലേക്കാണ്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നിങ്ങൾ ഓരോരുത്തരും നമ്മിലേക്ക്, എന്നിലേക്ക് മടങ്ങി വരേണ്ടവരാണ്. വരിക മാത്രമല്ല, ഈ ഭൂമിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ചുരുങ്ങിയ കാലയളവിലെ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഹിസാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമെന്നാണ്. നാം ചെയ്ത പ്രവൃത്തികൾ, നാം പറഞ്ഞ വാക്കുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയും അതിനനുസൃതമായിട്ടുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നാം ഓരോരുത്തരും മരിക്കേണ്ടവരാണ്, മരിച്ച അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, മടങ്ങിയ ശേഷം അവൻ്റെ ഹിസാബിന് സാക്ഷികളാവേണ്ടവരാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചലനങ്ങൾ, ചിന്തകൾ ഇവയൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയനുസരിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന, വഴിപ്പെടുന്ന ജീവിതം ജീവിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളിലെ രോഗികൾക്ക്, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫാഅ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കുമാറാകട്ടെ. ദുആ കൊണ്ട് പ്രത്യേകം വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നിയ്യത്തുകൾ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ർ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്തും ഇഫ്ഫത്തും നൽകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് അനുഗ്രഹമായി നിയോഗിച്ച ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമാവാതെ നാം ആരും തന്നെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവുകയില്ല. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കലിമത്ത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തിൽ അടിയുറച്ചുള്ള വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ തന്നെ പ്രധാനമാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി, അവൻ്റെ ഗ്രന്ഥം നമുക്ക് ഓതി കേൾപ്പിക്കാൻ വേണ്ടി, ഹിദായത്തിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ വേണ്ടി നമ്മളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കുകയും ആ പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗം എന്ന് മനസ്സിലാക്കി അതിൽ തുടരുക, അതിൽ വിശ്വസിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസികൾ എന്ന രീതിയിൽ നാം ഓരോരുത്തർക്കും ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ഒരാളെ കുറിച്ച് അറിയുമ്പോഴാണ് അയാളോടുള്ള സ്നേഹം നമുക്ക് അധികരിക്കുക. സ്നേഹം അധികരിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുക. ആ ഒരു അടിസ്ഥാനത്തിൽ നബി തങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിയണം, തങ്ങളെക്കുറിച്ച് പഠിക്കണം, തങ്ങളുടെ സീറ നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നതിലൂടെ നബി തങ്ങളോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കും. ആ സ്നേഹം പിന്നീട് അനുധാവനമായി, ഇത്തിബാആയി മാറും എന്ന് നമ്മൾ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് ആചാര്യന്മാർ ഈ ലോകത്ത് കടന്നുപോയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരെ കുറിച്ചുള്ള ഓർമ്മകൾ ചിലപ്പോൾ മാത്രമാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുക. എന്നാൽ ഇത്രത്തോളം ഓർക്കുന്ന, ഇത്രത്തോളം ആൾക്കാർ സ്മരിക്കുന്ന 1500 വർഷങ്ങൾക്ക് ഇപ്പുറവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. നബി തങ്ങളുടെ സീറത്ത്, നബി തങ്ങളുടെ ചരിത്രം വളരെ കൃത്യമായി, വ്യക്തമായി നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് ഇറക്കി തന്നത് ഞാനാണ്, അതിന്റെ സംരക്ഷണവും നമ്മുടെ ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രവും നബി തങ്ങളുടെ സുന്നത്തും സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ സീറ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. തങ്ങളുടെ ജീവിതം അറിയാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്ത് അറിയാതെ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി, വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അത്തരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, നബി തങ്ങളുടെ സുന്നത്ത് സംരക്ഷിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വളരെ കൃത്യമായിട്ടുള്ള പരമ്പരയിലൂടെ, സനദ് എന്നാണ് നമ്മളതിന് പറയാറുള്ളത്. നബി തങ്ങളെ കുറിച്ച് ഒരു സഹാബി കേൾക്കുന്നു, സഹാബിയിൽ നിന്ന് മറ്റൊരാൾ കേൾക്കുന്നു, അയാളിൽ നിന്നും മറ്റൊരാൾ കേൾക്കുന്നു. ഇങ്ങനെ കൃത്യമായിട്ടുള്ള പരമ്പരയിൽ കൂടി നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമുക്ക് ആരാണോ പറഞ്ഞു തന്നത് അയാളെ കുറിച്ചുള്ള പഠനങ്ങൾ പോലും, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പഠനങ്ങൾ പോലും നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി കഴിയും. ഇൽമു റിജാൽ എന്നാണ് ആ മേഖലയിൽ പറയുക. റാവികൾ, നബി തങ്ങളുടെ ജീവിതം നമുക്ക് പറഞ്ഞു തന്ന ആൾക്കാർ, അവരുടെ ജീവിതത്തിൽ കാണിച്ച വിശുദ്ധി, അവരേത് നാട്ടുകാരായിരുന്നു, എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് മരണപ്പെട്ടത്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരേത് സമയത്താണ് അവരുടെ ഓർമ്മ പോലും നഷ്ടപ്പെട്ടത് എന്ന് പോലും കൃത്യമായി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ മറ്റൊരാളിൽ നിന്നും ഒരു വാർത്ത കേട്ടു എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞാനും അയാളും തമ്മിൽ കാണുവാനുള്ള സാധ്യതയുണ്ടോ, കേൾക്കുവാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണോ, അതല്ല മറ്റൊരു നാട്ടുകാരനാണെങ്കിൽ ആ നാട്ടിലേക്ക് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം നമുക്ക് പറഞ്ഞു തന്ന ആൾക്കാരുടെ വിഷയത്തിൽ പോലും നടന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെങ്കിൽ തങ്ങളുടെ ജീവിതം എത്ര സൂക്ഷ്മമായിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമുക്ക് സഹാബാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അടിമുടി സഹാബാക്കൾ നമുക്ക് പറഞ്ഞു തന്നതായി സീറത്തിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നും ഒഴിവാക്കിയിട്ടില്ല. തങ്ങൾ എങ്ങനെയായിരുന്നു, തങ്ങളുടെ ശരീര പ്രകൃതി എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്നത് എങ്ങനെ, കിടക്കുന്നത് എങ്ങനെ, നബി തങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ, നബി തങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ, നബി തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, നബി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു, തങ്ങളുടെ മക്കളോടുള്ള പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു, ഭാര്യമാരോടുള്ള പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം മുഴുവനും കൃത്യമായി സഹാബാക്കളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ഹദീസുകൾ നമ്മൾ പഠിക്കുമ്പോൾ, സീറത്ത് നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയും. അതിലൊന്ന്, നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ എത്ര കറുത്ത മുടികൾ ഉണ്ടായിരുന്നു, നരച്ച വെളുത്ത മുടികൾ ഉണ്ടായിരുന്നു എന്നുപോലും കൃത്യമായി കണക്കുകൾ രേഖപ്പെടുത്തുന്നതായി ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഒരു നേതാവിനെ വായിച്ചെടുക്കുന്ന, ഇങ്ങനെ ഒരു നേതാവിനെ പരിചയപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നബി തങ്ങൾ വഫാത്താകുമ്പോൾ തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന നരച്ച മുടികളുടെ എണ്ണം എത്രയാണെന്ന് പോലും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്രയും കൃത്യമായ, വ്യക്തമായ, സൂക്ഷ്മമായ രീതിയിൽ കൂടിയാണ് സീറത്ത്, തങ്ങളുടെ ചരിത്രം നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം നമ്മൾ പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വരും തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിശ്വാസി എന്ന രീതിയിൽ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ പുലർത്തേണ്ട ആദ്യത്തെ ബാധ്യത അതാണ്. രണ്ടാമത്തേത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്, തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നിബിധങ്ങളെ നമ്മൾ ഇത്തിബാഅ് ചെയ്യുക, നിബിധങ്ങളെ നമ്മൾ സ്നേഹിക്കുക. ഇതാണ് തങ്ങളോടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം, ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ജീവിത മാതൃകയുണ്ട്. ആ മാതൃകയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്, അള്ളാഹു പൊരുത്തപ്പെടുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത്. ആ മാതൃക അറിയുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള അനുസരണ തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന സ്ഥലങ്ങളിലൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും അനുസരണയും ചേർത്ത് പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ അനുധാവനം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. വമൻ യുതിഅ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, വമൻ യുതിഅ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആര് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അവൻ അല്ലാഹുവിനെയും അനുസരിച്ചിരിക്കുന്നു. അഥവാ അല്ലാഹുവിനെ അനുസരിക്കണം എന്നുള്ള താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ പ്രഥമ പടിയായിക്കൊണ്ട് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ യോജിച്ചതല്ല, അനുയോജ്യമായതല്ല. ഇദാ ഖലല്ലാഹ്, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു മാത്രമല്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നീട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കരുത്. പടച്ചവൻ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മൂന്നാമതൊരു ആലോചന അല്ലെങ്കിൽ രണ്ടാമതൊരു ആലോചന
ആലോചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ ആരെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം വഴികേടിലേക്കാണ് പോകുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഫലാ വറബ്ബിക ലാ യുമിനൂൻ, ഫലാ വറബ്ബിക ലാ യുമിനൂൻ. വല്ലാത്തൊരു പ്രയോഗമാണ് അത്. ഫലാ, നിങ്ങൾ അറിയണം, ഫലാ വറബ്ബിക ലാ യുമിനൂൻ, നിങ്ങളുടെ നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അല്ലാഹു സ്വന്തത്തെ തന്നെ സത്യം ചെയ്ത് പറയുകയാണ്. അങ്ങനെ പറയണമെങ്കിൽ ആ കാര്യം എത്രത്തോളം ഗൗരവമുള്ളതായിരിക്കും. ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ലാ യുമിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, നബിയെ അവർക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള പ്രശ്നങ്ങൾക്ക് തങ്ങളെ പരിഹാരമാക്കുന്നത് വരെ, തങ്ങളുടെ നിർദ്ദേശങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഹാരമായി സ്വീകരിക്കുന്നത് വരെ അവരുടെ വിശ്വാസം പൂർത്തിയാവില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്. കല്യാണം നടത്താൻ വേണ്ടി വീട്ടിൽ ആലോചനകൾ നടത്തുന്നു. എങ്ങനെ കല്യാണം നടത്തണം നബിയെ? അവിടെ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവണം. നിങ്ങൾ എപ്രകാരമാണോ, തങ്ങൾ എപ്രകാരമാണോ കല്യാണം നടത്തണം എന്ന് പറഞ്ഞത്, അത്തരത്തിലുള്ള കല്യാണാലോചനകൾ ആ വീട്ടിൽ നടക്കുന്നത് വരെ ആ വീട്ടുകാരെ വിശ്വാസിയല്ല എന്ന് ഈ ആയത്ത് ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരു കച്ചവടം തുടങ്ങുന്നു, മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു, അങ്ങനെ എന്ത് പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപന്തിയിൽ നമ്മൾ എന്ത് വിഷയമാണ് സ്വീകരിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മേഖലയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക എന്താണ്? തങ്ങളുടെ ജീവിതം എപ്രകാരമായിരുന്നു? തങ്ങൾ എപ്രകാരമാണ് കല്യാണം നടത്താൻ വേണ്ടി പറഞ്ഞത്? എപ്രകാരമാണ് കച്ചവടം നടത്താൻ വേണ്ടി പറഞ്ഞത്? എപ്രകാരമാണ് കുടുംബജീവിതം നടത്താൻ വേണ്ടി പറഞ്ഞത്? എപ്രകാരമാണ് സാമൂഹ്യ ജീവിതം നടത്താൻ വേണ്ടി പറഞ്ഞത്? എല്ലാ വിഷയങ്ങളിലും തങ്ങളെ മുൻപന്തിയിൽ നിർത്തുന്നത് വരെ അവരുടെ വിശ്വാസം പൂർണ്ണമാവില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആയത്തുകളൊക്കെയും മുൻനിർത്തി നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്തിബാഉർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുക, നബി തങ്ങളുടെ ജീവിതം മാതൃകയാക്കി സ്വീകരിക്കുക എന്നുള്ളത് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവസാന കാലം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ, ഞാനില്ലാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. സഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മളോടൊക്കെ നബി തങ്ങൾ പറയാണ്, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് ഫിത്നകൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ ഫിത്നകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ആലോചന നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിസ്. നബി നിങ്ങൾ പറയാണ്, ഞാനും എന്റെ സഹാബാക്കളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ആ പ്രദേശക്കാരിൽ നിന്നും അന്ന് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹാസങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സുന്നത്ത് മുറുകെ പിടിക്കുന്നതിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ സുന്നത്ത് മുറുകെ പിടിച്ചതിന്റെ വിഷയത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിച്ചെന്ന് വരില്ല. എന്ത് തന്നെയായാലും ആ ഫിത്നകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെയും എന്റെ അനുചരന്മാരായിട്ടുള്ള സഹാബാക്കളുടെയും ജീവിതം നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അത് കടിച്ചു പിടിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല, വീഴ്ച വരുത്താൻ വേണ്ടി പാടില്ല, അലംഭാവം വരുത്താൻ വേണ്ടി പാടില്ല. വളരെ ശക്തമായി കൊണ്ട് സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഉണർത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ആ വിഷയത്തിൽ വളരെ വലിയ മാതൃകയാണ്. നബി തങ്ങളുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ആവേശം, അവർ കാണിച്ചിട്ടുള്ള കണിശത നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. സഹാബാക്കൾ ഓരോരുത്തരും നബി തങ്ങളുടെ വീട്ടിൽ നിന്നും എത്ര ചവിട്ടടിയാണ് പള്ളിയിലേക്ക് വെച്ചത് എന്ന് നോക്കിക്കൊണ്ട് അത്രയും ചവിട്ടടി വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വിഷയത്തിൽ അവരുടെ ആത്മാർത്ഥത എത്രത്തോളമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. നമ്മൾ എപ്രകാരമാണ് നടക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്രകാരമാണ് ഇരിക്കുന്നത് എന്ന് പോലും കൃത്യമായി നോക്കുകയും നിരീക്ഷിക്കുകയും അപ്രകാരം ചെറിയ കാലുള്ളവര് നീട്ടി നടക്കാൻ വേണ്ടി തുടങ്ങി, വലിയ കാലുള്ളവര് അവരുടെ കാലടികളെ നിയന്ത്രിച്ചുകൊണ്ട് നിബിധങ്ങൾ എത്ര കാലടി വെച്ചോ അത്രയും കാലടി വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ശ്രമങ്ങൾ നടത്തി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്നയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ നിമിഷവും ജീവിതത്തിൽ പകർത്തണമെന്ന് അതിയായി
ആഗ്രഹിച്ച ഒരു സഹാബിയായിരുന്നു. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെറിയ കുട്ടിയാണ്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം വലുതായ സമയത്ത് വലിയ സഹാബാക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തപ്പോൾ എങ്ങനെയാണ് യാത്ര ചെയ്തത്, അതുപോലെ അദ്ദേഹം യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു സമയത്ത് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന സഹാബാക്കള് ഒരു സ്ഥലത്തെത്തിയ സമയത്ത് അദ്ദേഹം വെറുതെ ഇങ്ങനെ കുനിയുന്നത് കണ്ടു. സഹാബാക്കള് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിപ്പോ കുനിഞ്ഞത്? കുനിയാൻ മാത്രം തടസ്സങ്ങളൊന്നും വഴിയിലില്ലല്ലോ. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ വൃക്ഷം, ആ മരത്തിന്റെ ചില്ല, ആ മരത്തിന്റെ കൊമ്പ്, ആ കൊമ്പ് തലയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ ഇങ്ങനെ കുനിഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ഇന്നിവിടെ മരമൊന്നുമില്ല, അവിടെ കുനിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മരമൊന്നുമില്ല. ആ മരമൊക്കെ നശിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ മരമൊക്കെ വെട്ടിമാറ്റിയിരിക്കുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ നബി തങ്ങൾ തലകുനിച്ചു. ആ തലകുനിക്കിൽ എനിക്കും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തലകുനിച്ച് നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തങ്ങളുടെ ജീവിതം തന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാകണമെന്നുള്ള കർക്കശബോധം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ചരിത്ര സംഭവങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചിലയിടങ്ങളിൽ അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി കിട്ടിയിരിക്കും. കൂടെയുള്ളവര് ചോദിക്കുമല്ല, വിശ്രമിക്കാൻ മാത്രം നമ്മൾ യാത്രകളൊന്നും ചെയ്തില്ലല്ലോ, തളരാൻ മാത്രം യാത്രയൊന്നും ചെയ്തില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം പറയും, എന്റെ റസൂൽ, എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ ഈ മരത്തണലിൽ അടിയിലിരുന്ന് വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം പറയും. കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നുമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ചലനങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയവരായിരുന്നു സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഒരു ഹദീസ് കേട്ടു. ആരെങ്കിലും 12 റക്അത്ത് ഒരു ദിവസം പതിവാക്കുകയാണെങ്കിൽ, അതായത് സുന്നത്ത് നമസ്കാരങ്ങൾ ഫജ്റിന് മുമ്പ്, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്, ആരെങ്കിലും ഈ 12 റക്അത്തുകൾ കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആ മനുഷ്യന് അല്ലാഹു ഭവനം ഒരുക്കി കൊടുക്കും, വീട് നൽകുമെന്നുള്ളൊരു ഹദീസ് ഞാൻ കേട്ടു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ ഹദീസ് കേട്ടതിന് ശേഷം ആ നമസ്കാരം എന്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടേയില്ല. ഫർള് നമസ്കാരത്തിന്റെ കാര്യമല്ല, സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എപ്പോൾ ഞാൻ കേട്ടതിന് ശേഷം ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ആ സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. കിതാബുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന 3 റാവികളുണ്ട്. അംബസ എന്ന് പറയുന്ന ഒരു വ്യക്തി, അംർ ബിൻ ഔസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നുഅ്മാൻ ബിൻ സാലിം എന്ന് പറയുന്ന വ്യക്തി. ഇവരിലൂടെയാണ് ഈ ഹദീസ് നമ്മളിലേക്ക് എത്തുന്നത്. ഇവർ 3 പേരും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ തന്നെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹബീബക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഉമ്മു ഹബീബ അംബസ എന്ന് പറയുന്ന വ്യക്തിക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തു. അംബസ എന്ന് പറയുന്ന വ്യക്തി അംർ ബിൻ ഔസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തു. അംർ ബിൻ ഔസ് എന്ന് പറയുന്ന വ്യക്തി നുഅ്മാൻ ബിൻ സാലിം എന്ന് പറയുന്ന വ്യക്തിക്ക് ഹദീസ് പറഞ്ഞു കൊടുത്തു. ആ വ്യക്തി നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഈ 3 പേരും ഈ ഹദീസ് അവരാരിൽ നിന്നാണോ കേട്ടത്, ആ കേട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഈ നമസ്കാരം പതിവായിരുന്നു. ഇപ്പോൾ ഈ ഹദീസ് നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ തവണ നമ്മൾ കേട്ടു. ഉറപ്പിച്ച് തറപ്പിച്ച് നമ്മളിൽ എത്ര പേർക്ക് പറയാൻ വേണ്ടി കഴിയും, ഈ ഹദീസ് കേട്ടതിന് ശേഷം ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ 12 റക്അത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒഴിവായിട്ടില്ല എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള അമലുകൾ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ്, ആവേശത്തോടു കൂടിയാണ്, കൃത്യമായിട്ടാണ് പകർത്തിയത് എന്ന് ഈ സംഭവങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവ തങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്യാമെന്ന് നമ്മൾ പറയാൻ വേണ്ടി പാടില്ല. പിന്നീടാവട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആവട്ടെ, അടുത്ത റമദാൻ വരട്ടെ എന്ന് നമ്മൾ കാത്തു നിൽക്കരുത്. ഒരു സുന്നത്തിനെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ
പിന്നീട് ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. നമ്മൾ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി എന്റെയും ഫാത്തിമയുടെയും അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരികയാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ 100 തറക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇങ്ങനെ 100 ദിക്റുകൾ പൂർത്തിയാക്കാതെ നിങ്ങൾ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞു. അലി തങ്ങൾ പറയുന്നുണ്ട്, മരണം വരെ നബി തങ്ങളുടെ ആ വാക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിരുന്നു. സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, സിഫീനിന്റെ രാത്രിയിൽ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലേ? സിഫീൻ യുദ്ധം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധമായിരുന്നു. മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിച്ചിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒരു നേതാവ് എന്ന നിലയിൽ, ഖലീഫ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രഷർ എത്രത്തോളം വലുതായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പ്രഷറിന്റെ സമയത്ത് പോലും നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ പ്രാർത്ഥന പറഞ്ഞിട്ടല്ലാതെ, ദിക്ർ പൂർത്തിയാക്കിയിട്ടല്ലാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല എന്ന് അലി തങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഫർദുകൾക്ക് പോലും പലപ്പോഴും വീഴ്ച വരുത്താറുണ്ട്. എന്താണ്? ദുഹർ നമസ്കരിക്കാത്തത് ചെറിയ തിരക്കായി പോയി. അസർ എന്താണ് ഉപേക്ഷിച്ചത്? വീട്ടിൽ കല്യാണമായിരുന്നു, ആൾക്കാരൊക്കെ വന്ന തിരക്കായിരുന്നു. ആ തിരക്ക് കാരണം എനിക്ക് അസർ നമസ്കരിക്കാൻ വേണ്ടി പറ്റിയില്ല. ഫർദുകളിൽ പോലും പലപ്പോഴും നമ്മൾ തിരക്കുകളുടെ കാരണം പറഞ്ഞുകൊണ്ട് വീഴ്ചകൾ വരുത്താറുണ്ട്. എന്നാൽ സഹാബത്തുൽ കിറാം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു സുന്നത്ത് പോലും അവരുടെ ജീവിതത്തിൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ അറിയേണ്ടതാണ്. തങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാവർത്തികമാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആയിഷ ബീവി പറയുന്നുണ്ട്, മുഹാജിരീങ്ങളായിട്ടുള്ള സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. കാരണം എന്താണ്? ഹിജാബിന്റെ ആയത്തിറക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞു, ഫല്യദ്രിബിന ബിഖുബരിഹിന്ന അലാ ജുനൂബിഹിന്ന, അവരെ ബുർഖകൾ ധരിച്ചു കൊള്ളട്ടെ, അവര് മുഖമക്കന ധരിച്ചു കൊള്ളട്ടെ എന്നുള്ള ആയത്തിറങ്ങിയ സമയത്ത് മുഖമക്കന തയ്ക്കാൻ വേണ്ടിയിട്ട് തുണിയില്ല. അത് ടൈലർ ഷോപ്പിൽ കൊടുത്തിട്ട് അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം ഒന്നും അവര് പറഞ്ഞില്ല. അവര് ആയത്തിറങ്ങി എന്ന് കേട്ടപ്പോ നബി തങ്ങൾ അവരോട് നിങ്ങളുടെ മുഖം നിങ്ങൾ മറക്കുക എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന തുണികളും മറകളും വിരിപ്പുകളും കീറിക്കൊണ്ട് അവരുടെ മുഖം മറച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം മുഖമക്കര ഇടാൻ വേണ്ടിയിട്ട് മക്കര കയ്യിലില്ല, അത് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കട്ടെ എന്നൊന്നും അവർ പറഞ്ഞില്ല. വീട്ടിന്റെ അകത്തളത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ആയത്തിറങ്ങിയത് എന്ന് അവർ കേൾക്കുന്നത്. കേട്ട ഉടനെ തന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന മറകൾ, കർട്ടനുകൾ, വിരിപ്പുകൾ അത് മുറിച്ചുകൊണ്ട് കീറിക്കൊണ്ട് അവർ ആ ഒരു കൽപ്പനയെ അംഗീകരിച്ചു എന്ന്, അനുസരിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സാധനമായിരുന്നു കള്ളെന്ന് പറയുന്നത്. ആ കള്ള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഇനി നിങ്ങൾ അതിൽ നിന്നും ഒരു തുള്ളി പോലും കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ചിലർ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയത്തിറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ കള്ള് ഷാപ്പിൽ നിന്നും കള്ളു കുടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവരുടെ വായിലേക്ക് കള്ളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സഹാബാക്കൾക്ക് ആലോചിക്കാമായിരുന്നു, ഒരു സിപ്പും കൂടി കുടിച്ച് അല്ലെങ്കിൽ ഈ ഗ്ലാസും കൂടി കുടിച്ച് ഇതോടുകൂടി നിർത്താമെന്ന് പറയായിരുന്നു. പക്ഷേ സഹാബാക്കൾ അവരുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച കപ്പുകൾ താഴെ ഇടുന്നുകൊണ്ട് ഇൻതഹൈന, ഇനി കള്ള് കൈകൊണ്ട് തൊടില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അവിടെ പിന്നെ യുക്തിക്ക് സ്ഥാനമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്, ഒരു ഹദീസ് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ആരാധ്യനുമില്ല എന്ന് നിങ്ങൾ അറിയണം. ആദ്യം അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. പടച്ചവൻ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ആദ്യം ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുക, മനസ്സിലാക്കുക, അറിയുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്രഷ്ടാവുണ്ട്, ഒരു റബ്ബുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് പടച്ചവൻ എന്താണോ പറയുന്നത് അത് തന്നെ നിങ്ങൾ പ്രാവർത്തികമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറയുന്നത് അത് നമ്മൾ പ്രാവർത്തികമാക്കണം. പിന്നീട് അവിടെ യുക്തിക്ക് സ്ഥാനമില്ല. എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല, അതിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. കാരണം ആ ബുദ്ധിയും യുക്തിയും ശക്തിയും ഒക്കെ നമുക്ക് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു എന്താണോ പറയുന്നത് അത് പറയാൻ, അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബി തങ്ങൾ എന്തു പറഞ്ഞു അത് സ്വീകരിച്ചോളണം. അവിടെ പിന്നീട് ചിന്തിക്കൽ ആവശ്യമില്ല. വമാ നഹാകും അൻഹു ഫൻതഹു. നബി തങ്ങൾ എന്താണ് നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് പിന്നീട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ ബുദ്ധിയുള്ള ആളായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഹജറുൽ അസ്വദിനെ നോക്കിക്കൊണ്ട്, വല്ലാഹി ഇന്നി അഅലമു അന്നകി ഹജർ, നീ വെറും ഒരു കല്ലാണ് എന്ന് എനിക്കറിയാം. ലൗലാ അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുകി മാ ഖബ്ബൽതുകി. നബി തങ്ങൾ നിന്നെ ചുംബിച്ചത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്. അഥവാ നബി തങ്ങൾ നിന്നെ ചുംബിച്ചില്ലായിരുന്നെങ്കിൽ, നിന്നെ മഹത്വപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. നമുക്ക് ആലോചിക്കാലോ, വെറും ഒരു കല്ല്, ആ കല്ലിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, റംല് നടത്തം നമുക്ക് ഉംറയൊക്കെ നിർവഹിച്ചവർക്കറിയാം. തവാഫ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 തവാഫ് അല്പം വേഗത്തിൽ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നടക്കുകയല്ല ഓടുകയല്ല, ഇതിന്റെ ഇടയിൽ കൂടി ഒരവസ്ഥയിൽ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. റംല് നടത്തം എന്നാണ് അതിനെ പറയാറുള്ളത്. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിന്റെ മസിൽ പുറത്തു കാണിക്കണമെന്നാണ്, അത്തരത്തിൽ ഇഹ്റാം കെട്ടണമെന്നാണ് ഉംറ ചെയ്തവർക്ക് പരിചയം ഉണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉംറത്തുൽ ഖളാഇന്റെ സമയത്ത്, അഥവാ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ വർഷം നിങ്ങൾ തിരിച്ചു പോകണം, അടുത്ത വർഷം നിങ്ങൾ വന്നിട്ട് ഉംറ ചെയ്യുക. അതിനാണ് ഉംറത്തുൽ ഖളാ എന്ന് പറയുക. ആ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് നബിയും സഹാബത്തും വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു വരുത്താൻ വേണ്ടി തുടങ്ങി, മുസ്ലിമീങ്ങൾക്ക് പകർച്ചവ്യാധി പിടികൂടിയിരിക്കുന്നു, അവർക്ക് പനിയുണ്ട്, പനി കാരണം അവരൊക്കെ ക്ഷീണിതരാണ്, അവരുടെ ക്ഷീണം അവരുടെ മുഖത്തു നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ മുസ്ലിമീങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ നബി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞതാണ്, നമ്മുടെ ശക്തി അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 3 തവാഫ് നിങ്ങൾ അല്പം വേഗത്തിൽ ധൃതിയിൽ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുക. മാത്രമല്ല നിങ്ങളുടെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈയിന്റെ മസിൽ നിങ്ങൾ അവർക്ക് പുറത്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കീങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് നബി തങ്ങൾ സഹാബാക്കളോട് അപ്രകാരം കൽപ്പന ചെയ്തിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സഹാബാക്കളോട് പറയുന്നുണ്ട്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റംല് നടത്താൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞു, കൈ പുറത്തിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇന്ന് മുസ്ലിമീങ്ങൾ നിർഭയരാണ്, മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇന്ന് കൈ പുറത്തിടുന്നത്? അല്ലെങ്കിൽ ആദ്യത്തെ തവാഫില് 3 പ്രാവശ്യം അങ്ങനെ തവാഫ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? സഹാബാക്കളോട് ഉമർ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അത് ഇത്ര കാലം കഴിഞ്ഞാലും നിബിധങ്ങൾ ചെയ്തതാണല്ലോ, നിബിധങ്ങളോടൊപ്പം നമ്മൾ ചെയ്തൊരു പ്രവൃത്തി പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഉപേക്ഷിക്കുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. യുക്തി അനുസരിച്ച് ഇപ്പോൾ അങ്ങനെ നമ്മൾ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുസ്ലിമീങ്ങൾ നിർഭയരാണ്, മുസ്ലിമീങ്ങളെ ആരെയും ആക്രമിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നും വരുന്നില്ല. പിന്നീട് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ആരെയും കാണിക്കാനല്ല. നിബിധങ്ങൾ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്നുള്ള നിലപാടാണ് വിശ്വാസികൾക്ക് വേണ്ടത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബാക്കളോട് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള മാതൃക, ആ മാതൃകയെ കുറിച്ച് നമ്മൾ അറിയുക. മരണം വരെയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള സൗഭാഗ്യം നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. നിർഭയരായിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ നമ്മുടെ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സഹോദരങ്ങൾ പട്ടിണിയിൽ, അക്രമത്തിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ കുറഞ്ഞു പോയോ എന്നതിനെ കുറിച്ച് അവലാതിപ്പെടുകയാണ്. മകന് കൊടുത്തിട്ടുള്ള കാറിൽ എയർ കണ്ടീഷൻ കുറവാണോ എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. മകൾക്ക് കൊടുത്തിട്ടുള്ള കല്യാണമാല കൊടുത്ത സമയത്ത് മൂത്ത മകൾക്ക് 100 പവനായിരുന്നു, ഇളയ മകൾക്ക് 80 പവനായി പോയി. അത് കുറച്ച് കുറഞ്ഞു പോയോ? വീട്ടിന്റെ സൗകര്യം കുറഞ്ഞു പോയോ? നാട്ടിലെ സൗകര്യം കുറഞ്ഞു പോയോ? കാറിന്റെ സൗകര്യം കുറഞ്ഞു പോയോ എന്നൊക്കെ ആവലാതിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരു മേൽക്കൂര പോലും ഇല്ലാതെ മുകളിലേക്ക് നോക്കിയാൽ ആകാശം മാത്രം കാണുന്ന ഒരു ജനത നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അവരെ മറന്നുകൊണ്ട് ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഗസയിലെ പാവപ്പെട്ട മക്കള് എത്ര പട്ടിണിയിൽ
അടുക്കളയിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിച്ച ഭക്ഷണം ബാക്കിയാക്കി കളയുന്ന സമയത്ത് ആ പിഞ്ചോമനകളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കൂടി വരണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബോംബുകളും മിസൈലുകളും നിലക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ പോലുള്ള മക്കള്, പിഞ്ചു പൈതങ്ങൾ, പാലിന്റെ മണം മാറാത്ത മക്കൾ പോലും അക്രമത്തിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം യാചിച്ചുകൊണ്ട് കൈ നീട്ടുന്ന കുട്ടിയുടെ തലക്ക് നേരെ വെടി പൊട്ടിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ നമ്മൾ സമാധാനം പറയേണ്ടി വരുമല്ലോ. നാളെ ഇൻഷാ അല്ലാഹ് അവരൊക്കെയും ഷഹീദുകളുടെ പ്രതിഫലം നേടിക്കൊണ്ട് ശുഹദാക്കളായിക്കൊണ്ട് നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന സമയത്ത് പടച്ചോൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്നും ആത്മാർത്ഥമായിട്ട് എന്ത് മറുപടിയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക? ഗസയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു പണ്ഡിതൻ പ്രതികരിച്ചത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥയാണ്. ആ കഥയിൽ കൂടിയാണ് അദ്ദേഹം ഗുണപാഠം നമുക്ക് പറഞ്ഞു തരുന്നത്. 3 സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ഒരിക്കലൊരു മത്സരത്തിന് വേണ്ടി തയ്യാറായി. എന്തായിരുന്നു മത്സരം? ഏറ്റവും ഹീനമായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തി ആര് ചെയ്യുന്നുവോ അയാൾ വിജയി. അങ്ങനെ ഒരു മത്സരം. ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന ആളെ വിജയിയായി പരിഗണിക്കുന്ന ഒരു മത്സരം. അങ്ങനെ 3 പേരും കൂടി മത്സരത്തിന് വേണ്ടി തയ്യാറായി. ഒന്നാമത്തെ ആള് വഴിയരികിൽ നിന്നും ഒരു പാവപ്പെട്ട സ്ത്രീ വിറകും ചുമന്നുകൊണ്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ആള് ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ആ സ്ത്രീയെ പൊതിരെ തല്ലാൻ വേണ്ടി തുടങ്ങി. വൃദ്ധയാണ്, അബലയാണ്, പ്രതിരോധിക്കാൻ വേണ്ടി പോലും കഴിയില്ലാത്ത സ്ത്രീയാണ്. ആ സ്ത്രീ മർദ്ദിച്ചു, ക്രൂരമായിട്ട് മർദ്ദിച്ചു. മർദ്ദിച്ച് സ്ത്രീ ഒരു ചളിയിലേക്ക് തള്ളിയിട്ടു. ഒന്നാമത്തെ ആള് തിരിച്ചു വന്നു. രണ്ടാമത്തെ ആൾ ആ സ്ത്രീയുടെ അടുക്കലേക്ക് പോയ സമയത്ത് ആ സ്ത്രീ വിചാരിച്ചത് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളായിരിക്കും എന്നാണ്. എന്നാൽ അയാൾ വീണ്ടും അയാളെ മർദ്ദിക്കാൻ വേണ്ടി തുടങ്ങി. സ്ത്രീയെ മർദ്ദിക്കാൻ വേണ്ടി തുടങ്ങി. മർദ്ദിച്ച് ആ സ്ത്രീയെ ചളിയിലേക്ക് തള്ളിയിടാൻ വേണ്ടി തുടങ്ങി. 2 പേരും നിർത്തി. മൂന്നാമത്തെ ആള് ഒന്നും ചെയ്തില്ല. അയാൾ മിണ്ടാതെ നിന്നു. ഇത് കണ്ട സമയത്ത് ആദ്യത്തെ 2 പേരും പറഞ്ഞു, മൂന്നാമത്തെ ആള് മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 2 പേരിൽ ആരാണ് ആദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ പീഡിപ്പിച്ചത്, ഉപദ്രവിച്ചത് എന്ന് നോക്കിക്കൊണ്ട് സമ്മാനം നമുക്കിടയിൽ വീതിക്കാം. ആ സമയത്ത് മൂന്നാമത്തെ ആൾ പറഞ്ഞു, മത്സരം കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളെക്കാളും മോശമായിട്ടുള്ള പ്രവൃത്തി, ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത് ഞാനാണ്. കാരണം നിങ്ങൾ 2 പേരും മർദ്ദിച്ച, പീഡിപ്പിച്ച, അടിച്ച, തൊഴിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ്. എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ്. ആ ഉമ്മയെ നിങ്ങൾ മർദ്ദിക്കുന്ന സമയത്തും പീഡിപ്പിക്കുന്ന സമയത്തും ഞാൻ കൈകെട്ടി കൊണ്ടുകൊണ്ട് ചിരിച്ചു പുഞ്ചിരിച്ചു നിന്നില്ലേ? നിങ്ങളെക്കാളും വലിയ ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് സമ്മാനം എനിക്ക് നൽകണം. ഒന്നാമത്തെ ആള് ഇസ്രായേലിന് തുല്യാണ്. ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഫലസ്തീൻകാര് അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ ആള് അമേരിക്കയെ പോലെയുള്ള പോലീസിനെ മയ്യുന്ന ആൾക്കാരാണ്. അവരെ രക്ഷിക്കാനെന്നുള്ള രീതിയിൽ വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തേത് അറബ് രാജ്യവും നമ്മളും അടങ്ങുന്ന വിശ്വാസി സമൂഹമാണ്. നമ്മൾ അവരെ കുറിച്ച് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ, പ്രതിഷേധത്തിന്റെ ഒരു നീക്കം പോലും നമ്മുടെ ഭാഗത്തു നിന്നുമില്ല എങ്കിൽ ഉമ്മയെ സ്വന്തം കൺമുന്നിൽ വെച്ച് മർദ്ദിക്കപ്പെടുമ്പോൾ കൈകെട്ടി പുഞ്ചിരിച്ചു നോക്കി നിൽക്കുന്ന മക്കൾക്ക് സമാനമാണ് നാം ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് അവർക്ക് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് കണ്ണ് നിറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇത്രയും ദൂരെ നിന്നും അവർക്ക് വേണ്ടി ശബ്ദിച്ചാൽ എങ്ങനെ അവർ കേൾക്കാനാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, 1000, 2000, 3000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞു പോലും ഇല്ലാതെ മക്കയുടെ മണലാരണ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മനുഷ്യരെ വിളിച്ചിരുന്നു. ആ വിളി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഒരു മനുഷ്യൻ പോലും വരാത്ത മക്കയിലേക്ക് നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? വർഷങ്ങൾക്ക് ഇപ്പുറം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരമായിക്കൊണ്ട് വിശ്വാസികൾ മക്കയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതുപോലെ തീർച്ചയായിട്ടും ദൂരങ്ങൾക്ക് ഇപ്പുറം നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രതിഷേധങ്ങൾ, നമ്മൾ നടത്തുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആകൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അല്ലാഹു അതിന് ഉത്തരം നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നല്ല വിശ്വാസികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകട്ടെ, സമാധാനം നൽകട്ടെ. ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ നശിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നായി മരിക്കാനുള്ള സൗഭാഗ്യം നമ്മേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.